പൊന്നാനി പാർലമെന്ററി മണ്ഡലം കൺവെൻഷനിൽ ആധ്യക്ഷം വഹിക്കുന്ന അഭിവന്ദ്യനായ നേതാവ്, മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, ഈ സമ്മേളനം മാത്രമല്ല കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ പരിപാടിയുടെ തന്നെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ള നമ്മുടെ സമാദരണീയനായ നായകൻ, രാഷ്ട്രീയത്തിൽ ശാന്തിയുടെ, സമാധാനത്തിൻ്റെ, സൗമ്യതയുടെ ഏറ്റവും വലിയ പ്രതീകമായിരിക്കുന്ന, എവിടെയൊക്കെ അശാന്തിയുണ്ടോ അവിടെയെല്ലാം ശാന്തി മന്ത്രമായി നമ്മുടെ കാലഘട്ടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആദരണീയനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവർകളെ, രാഷ്ട്രീയത്തിലെ നിത്യഹരിത വ്യക്തിത്വമായ, നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ചാലക ശക്തിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ജനാബ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകളെ, ഈ പ്രദേശങ്ങളിൽ ഒരു സമയം വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അതേസമയം ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിൽ, പാർലമെന്റിൽ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രതിസ്വരമായി സ്വയം പ്രവർത്തിക്കുകയും ചെയ്ത മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ജനാബ് ടി മുഹമ്മദ് ബഷീർ സാഹിബ് അവർകളെ, അഭിവന്ദ്യനായ നമ്മുടെ പാർലമെന്റ് അംഗം, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ട്രഷറർ, നമുക്ക് ബഹുമാന്യനും പ്രിയങ്കരനുമായ ബഹുമാനപ്പെട്ട PV അബ്ദുൽ വഹാബ് സാഹിബ് അവർകളെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ, കൃതഹസ്തനായ, കർമ്മധീരനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ KPA മജീദ് സാഹിബ് അവർകളെ, ഏറ്റവും പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഈ വക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ജില്ലാ മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് UA ലത്തീഫ് സാഹിബ് അവർകളെ, വേദി നിറഞ്ഞിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ, നിയമസഭാ സാമാജികന്മാർ, മറ്റു പോഷക സംഘടനാ നേതാക്കൾ, തിങ്ങി നിറഞ്ഞ സദസ്സിൽ ഒരുപക്ഷെ രാഷ്ട്രീയത്തിൻ്റെയും തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളുടെയും ചരിത്രത്തിൽ നവീനമായ അധ്യായം കാലേക്കൂട്ടി രേഖപ്പെടുത്തുന്ന ഈ മഹത്തായ കൺവെൻഷനിൽ ഇരിക്കുന്ന, സന്നിഹിതരായിരിക്കുന്ന ജനപ്രതിനിധികൾ, മുസ്ലിം ലീഗിൻ്റെ വിവിധ തലങ്ങളിലെ നേതാക്കൾ, യൂത്ത് ലീഗ്, STU, മഹിളാ വനിതാ ലീഗ് നേതാക്കൾ, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഒരുപാട് ചരിത്രത്തിൻ്റെ നിർണായക മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു മന്ദിരമാണ് വാഗൺ ട്രാജഡി ഹാൾ. 921 കാലത്തെ നടുക്കുന്ന ഓർമ്മകളുടെ ചാരത്തിൽ നിന്ന് പുതിയ ഒരു ജനസമൂഹത്തെ സൃഷ്ടിച്ച മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ പുതിയ ഒരു ചരിത്രവും കൂടിയാണ് ഇവിടെ വെച്ച് ഇന്ന് രേഖപ്പെടുത്തുന്നത്. ആ മഹത്തായ സംരംഭത്തിൻ്റെ ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അഭിവന്ദ്യനായ നേതാവ് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ വളരെ സാർത്ഥകമായ വാക്കുകളിലൂടെ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അനന്തരം അതിനു മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിലേക്കുള്ള നമ്മുടെ മാനിഫെസ്റ്റോ, നമ്മുടെ കാഴ്ചപ്പാട് അതിവിദഗ്ധമായി ആദരണീയനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ അവതരിപ്പിച്ചു. കേരള രാഷ്ട്രീയവും അതിലുപരി ദേശീയ രാഷ്ട്രീയവും വിശകലനം ചെയ്തുകൊണ്ട് അഭിവന്ദ്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബും UT മുഹമ്മദ് ബഷീർ സാഹിബും ഇവിടെ സംസാരിച്ചിരിക്കുന്നു. വളരെ വിലപ്പെട്ട ഒരു ചരിത്ര മുഹൂർത്തമാണിത്. നമ്മുടെ ഓർമ്മകൾ പിറകോട്ട് സഞ്ചരിക്കുന്ന നേരമാണ്. ഇവിടെ തന്നെ ബഹുമാന്യരായ നേതാക്കന്മാർ സൂചിപ്പിച്ച പോലെ മദിരാശിയിലെ ദയാമൻസിലിലെ ചൂടിക്കട്ടിലിൽ കിടന്ന് തൻ്റെ താടി രോമങ്ങളുടെ തിളക്കത്തിൽ ഒരു ജനതയുടെ വെണ്മവും തിളക്കവും സൃഷ്ടിച്ച ഇന്ത്യയിലെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അമരക്കാരനും ആചാര്യനുമായ ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഓർമ്മകളിലേക്ക് കടന്നു പോകുന്ന നേരമാണിത്. അതുപോലെ തന്നെ അതിൻ്റെ ആ മഹാന്മാരുടെ നിര, ആ ശ്രേണീബദ്ധതയിൽ, ആ നക്ഷത്ര ശോഭയിൽ, ആ ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ നാം മഹാന്മാരായിട്ടുള്ള നമ്മുടെ പൂർവീക നേതാക്കന്മാരെ
കാണുന്ന സന്ദർഭമാണിത്. അവരുടെ ഒടുക്കത്തെ ആ വേദിയിൽ തീർച്ചയായും ഇതാ വീണ്ടും ഒരു വർഷം തികയാൻ പോകുന്നു. നമ്മുടെ എല്ലാവരുടെയും കണ്ണിൽ നിന്നും കരളിൽ നിന്നും മറയാത്ത, നമുക്ക് ജീവിക്കാൻ വേണ്ട നിലനിൽപ്പും കാലുറപ്പിച്ച് നിൽക്കാൻ വേണ്ട മണ്ണും നമ്മുടെ ഇന്ന് നടക്കുന്ന ഈ ജില്ലയിലെ, ഈ കേരളത്തിലെ, മലബാറിലെ വിദ്യാഭ്യാസ പുരോഗതിയുടെ കുതിപ്പ് എല്ലാറ്റിൻ്റെയും ജീവശില്പിയായി, രാജശില്പിയായി 4 നൂറ്റാണ്ടിലേറെ കാലം മുസ്ലിം ലീഗിന് നേതൃത്വം കൊടുത്ത് ഈ നാടിനും ഏറ്റവും വലിയ നേതൃത്വം നൽകിയ, നിലാവ് പോലെ പരന്നൊഴുകിയ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഓർമ്മകളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന നേരമാണ്. അവരെയെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ, മുസ്ലിം ലീഗിന്റെ മഹാന്മാരായ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ആദരണീയനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ സന്നിഹിതനായിട്ടുള്ള, ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഈ കൺവെൻഷനിൽ പ്രഖ്യാപിക്കുന്നു, ഒരു വിട്ടുവീഴ്ചയും കൂടാതെ കേരളക്കരയിൽ, പൊന്നാനിയിലും മഞ്ചേരിയിലും മാത്രമല്ല, കേരളക്കരയിൽ, ഇന്ത്യ രാജ്യത്ത് ആ ഏറ്റെടുത്ത ദൗത്യം, നിങ്ങൾ ഏൽപ്പിച്ച ദൗത്യം ആര് വരട്ടെ, അറബിക്കടലിന്റെ അലമാലകൾ അലയടിച്ചു വരട്ടെ, മലകളും കുന്നുകളും ഇടിഞ്ഞു വീഴട്ടെ, ആകാശം വീണാൽ അതിനെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ജനാധിപത്യത്തിന്റെ, മതേതരത്വത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ രാജ്യത്ത് പുതിയ ഒരു ചരിത്രം രചിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സമ്മേളനമാണിത്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ രാജ്യത്തിലെ സ്ഥിതിഗതികളെ കുറിച്ച് ഇവിടെ വളരെ സവിസ്തരം, സൂക്ഷ്മതലത്തിൽ തന്നെ വിശകലനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് രാജ്യത്തിന്റെ രക്ഷ വളരെ പ്രധാനമാണ്. ഈ സംസ്ഥാനത്തിലും കേന്ദ്രത്തിനും പുതിയ ഒരവസ്ഥയുണ്ടാവണം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് പറഞ്ഞ പോലെ, കേന്ദ്രത്തിലും പ്രതികൂലം, കേരളത്തിലും പ്രതികൂലം, ഈ 2 പ്രതികൂലാവസ്ഥകൾക്കിടയിൽ നിന്നുകൊണ്ട് രാജ്യക്ഷേമത്തിന് വേണ്ടി, ജനക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രതിബദ്ധതയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ലീഗ് അത് നിർവഹിക്കുക തന്നെ ചെയ്യും. രാജ്യത്തെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കേണ്ടത് ഏറ്റവും വലിയ അനിവാര്യതയാണ്. ഇന്ത്യക്കൊരിക്കലും ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ പോലും വിശേഷിപ്പിച്ച, തണുത്ത് വറക്കുന്ന ലണ്ടനിലെ വട്ടമേശ സമ്മേളനത്തിലേക്ക് കാൽമുട്ട് വരെ മാത്രം, അര മുതൽ കാൽമുട്ട് വരെയുള്ള ഒരു വസ്ത്രവും തന്റെ ശരീരത്തിൽ മേലെ ഒരു പുതപ്പും മാത്രം പുതച്ചുകൊണ്ട് കടന്നു ചെന്ന സാധുവായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഹിന്ദു മുസ്ലിം മൈത്രിയുടെ, ഇന്ത്യയുടെ ഐക്യത്തിന്റെ, ബഹുസ്വരതയുടെ, ജനാധിപത്യത്തിന്റെ, മതേതരത്വത്തിന്റെ ഏത് കാലത്തെയും ഏറ്റവും വലിയ ഉദാഹരണമായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അദ്ദേഹം എല്ലാവരും ഒരു കുപ്പായം ധരിച്ച്, പിന്നെ അതിന്റെ മീതെ ഒരു കോട്ടുമിട്ട്, അതിന്റെ മീതെ ഒരു പുതപ്പും കൂടി ധരിച്ച് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് ലണ്ടനിൽ ചെന്ന് അദ്ദേഹം കപ്പലിറങ്ങുന്നത് ഈ ലളിതമായ വേഷവിധാനത്തിൽ. അത് കണ്ടുകൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിളിച്ചു, ദി ഹാഫ് നേക്കഡ് ഫക്കീർ ഓഫ് ഇന്ത്യ ഹാസ് കം, ഇന്ത്യയുടെ അർദ്ധനഗ്നനായ ഫക്കീർ വന്നിരിക്കുന്നു എന്ന്. ഫക്കീർ എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. അതൊരു അറബ് പദമാണ്. അതിന്റെ അർത്ഥതലങ്ങൾ വളരെ വിപുലമാണ്. ആ അർദ്ധനഗ്നനായ ഫക്കീർ ഇന്ത്യയിൽ ഒരിക്കലും അസ്തമിച്ചുകൂടാ. കട്ടുവ പെൺകുട്ടിക്കെതിരെ അന്യായങ്ങൾ നടന്നപ്പോൾ ഇന്ത്യയുടെ ഗേറ്റിൽ, ഇന്ത്യ ഗേറ്റിന്റെ ചുറ്റുവട്ടത്തും 10,000-കണക്കിന് ഇന്ത്യയുടെ സന്തതികൾ മെഴുകുതിരികളാണ് കത്തിച്ചു വെച്ചത്. അതിലപ്പുറമൊന്നും അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ആ മെഴുകുതിരി വെട്ടങ്ങളിൽ അവർ തെളിഞ്ഞു കണ്ടത് ഈ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ നിഷ്കളങ്കമായ മന്ദഹാസമായിരുന്നു എന്ന് ഇന്ത്യൻ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. തീർച്ചയായും അതിൻ്റെ എല്ലാം ഫലം ഇവിടെ രേഖപ്പെടുത്തപ്പെടുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു. ബഹുമാനപ്പെട്ട നേതാക്കന്മാർ സൂചിപ്പിച്ച പോലെ ഇന്ത്യയിൽ ഏറ്റവും വലിയ ചേരിതിരിവ് ഇന്നലെ കോടതി, സുപ്രീം കോടതി ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഈ ആൾക്കൂട്ട കൊല ഒന്ന് അവസാനിപ്പിക്കണം എന്ന്. ജനക്കൂട്ടം നിയമം കയ്യിലെടുക്കുകയാണ്, സംഘം ചേർന്ന് കൊല നടത്തുകയാണ്. ഒരു കാലത്തും ലോകത്തോ ഇന്ത്യയിലോ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. 10 ആൾ കൂടിയാൽ അവർക്ക് ആയുധമെടുക്കാം, അവർക്ക് ഏത് ജനാധിപത്യത്തെയും വെല്ലുവിളിക്കാം, അവർക്ക് ക്രമസമാധാനത്തെ തകർക്കാം. സംഘം ചേർന്നുള്ള കൊലയെ പറ്റി കേന്ദ്ര ഗവൺമെന്റ് ഉടൻ തന്നെ ഒരു വിശദീകരണം നൽകണമെന്നാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഇന്ത്യ ഭരിക്കുന്ന BJP സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് മാത്രമല്ല, അതിനിടയിൽ സഹോദരിമാർക്ക് ഏറ്റവും അപകടകരമായി സ്ത്രീകൾക്ക് ജീവിക്കാൻ കഴിയുന്ന ലോകത്തിലെ 1ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു. കേന്ദ്ര ഭരണത്തിന് ഇതിൽ പരം എന്ത് സർട്ടിഫിക്കറ്റ് വേണം?
ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള രാജ്യം ഇന്ത്യ എന്ന രാജ്യം, സീതാദേവിയുടെ രാജ്യം. ദ്രൗപദിയെ വസ്ത്രാക്ഷേപം ചെയ്യാൻ ദുശാസനൻ ഒരുങ്ങിയ നേരത്ത് തന്റെ കയ്യിൽ നിന്ന് അറ്റമില്ലാത്ത ഉടയാട നൽകിക്കൊണ്ട്, ഭഗവത്ഗീത വായിച്ചു നോക്കിയാൽ കാണാം, മഹാഭാരതത്തിൽ കാണാം, ആ ദ്രൗപദിക്ക് നാണം മറക്കാൻ വസ്ത്രം നൽകിയ ഈ രാജ്യം സ്ത്രീകൾക്ക് ഏറ്റവും അപകടകരമായി ജീവിക്കാവുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് ഇന്ത്യയും 10-ാം സ്ഥാനത്ത് അമേരിക്കയുമാണ്. റോയിട്ടേഴ്സ് ഫൗണ്ടേഷൻ ലോകത്ത് അംഗീകരിക്കപ്പെട്ട ഒരു സർവേ നടത്തുന്ന സംഘടനയാണ്, ലോക സംഘടനയാണ്. അവരാണിത് പറയുന്നത്. ഇന്ത്യക്ക് ഇതിനേക്കാൾ വലിയ നാണക്കേടെന്ത്? ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി അടുത്ത കാലത്ത് ഒരു പ്രസ്താവന ചെയ്തത് ഇന്ത്യയെ ശ്ലാഘിക്കാനായിരുന്നില്ല, കട്ടുവയിലെ അന്യായത്തിനെതിരെ ശബ്ദിക്കാനായിരുന്നു. ഏതാനും വർഷം മാത്രം പ്രായമുള്ള ഒരു കൊച്ചു പൈതൽ ഒരാഴ്ച മുമ്പ് മലയാള പത്രങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ റിപ്പോർട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട മുഖവാർത്ത അവളൊന്നും അറിഞ്ഞില്ല എന്നതായിരുന്നു. മയക്കുമരുന്നിന്റെ പ്രയോഗത്തിനിടയിൽ തന്റെ മേനയിൽ തന്നോട് നടന്ന ക്രൂരകൃത്യങ്ങൾ അറിയാത്ത വിധം അതിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രകടനം നയിച്ചത് ഒരു BJP മന്ത്രിയായിരുന്നു. എന്താണ് ഇവർ ഈ രാജ്യത്ത് ഉദ്ദേശിക്കുന്നത്? എങ്ങോട്ടാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത്? കേരളക്കരയിലും അക്രമത്തിന്റെ ഏതൊക്കെ അവസ്ഥകൾ ഉണ്ടായി, ആ അക്രമം എവിടെയൊക്കെ എത്തി, എത്ര നിരപരാധികളുടെ ശരീരത്തിൽ ആയുധം വന്ന് പതിച്ചു. ഇതിന് മാറ്റമുണ്ടാക്കാൻ സമാധാനത്തിന്റെ, മതേതരത്വത്തിന്റെ ഒരു മുന്നേറ്റം രാജ്യത്ത് ആവശ്യമായിരിക്കുന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ നോട്ട് നിരോധിച്ചതിനെ കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു, സാമ്പത്തികമായി ഇന്ത്യക്കുണ്ടായ അവസ്ഥ. ഒരു കാര്യം കൂടി അറിയണം, നോട്ട് നിരോധിക്കപ്പെട്ട സമയത്ത് ഈ നാട്ടിലെ ആ നോട്ട് നിരോധിക്കാൻ നേതൃത്വം കൊടുത്ത ഗവൺമെന്റിലെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റിന്റെ അദ്ദേഹം ഡയറക്ടറായ ബാങ്കിലേക്കായിരുന്നു ഏറ്റവും കൂടുതൽ നിരോധിത നോട്ടുകൾ ഒഴുകിയെത്തിയത്. അതിന്റെ കണക്കുകൾ അടുത്ത കാലത്ത് ഇന്ത്യയിലെ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. നോട്ട് നിരോധിക്കുന്നു, അവരുടെ തന്നെ ബാങ്കിലേക്ക് നോട്ടുകൾ ഒഴുകിയെത്തുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാ രംഗത്തും ഇവിടെ ഈ അന്യായങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ ഒരു പുതിയ ഉണർവ് ഉണ്ടാക്കുക എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യമാണ്. ഇന്ത്യ രാജ്യം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ആ മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ ഇത് യുവാക്കളുടെ ഇന്ത്യയാണ്. യൂത്ത്ഫുൾ ഇന്ത്യ, യൂത്ത്ഫുൾ ഇന്ത്യ, വൈബ്രന്റ് ഇന്ത്യ, ശോഭിക്കുന്ന ഇന്ത്യ, യുവാക്കളുടെ ഇന്ത്യ. ആ യുവാക്കൾക്ക് നേതൃത്വം കൊടുക്കാൻ നാടിന്ന് പ്രതീക്ഷിക്കുന്നത്, ലോകം പ്രതീക്ഷിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള രാഹുൽ ഗാന്ധിയെ തന്നെയാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും അശേഷം സന്ദേഹമില്ല. ആ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്നത് തന്നെയാണ് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയം. എങ്ങനെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ആ രാഷ്ട്രീയത്തിന്റെ മർമ്മം കാണാൻ സാധിക്കാതെ പോവുക? ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പരസ്പരം തർക്കിച്ച് സമയം കളയുകയാണ്. അവർക്കിപ്പോഴും ശത്രുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല പോലും. എന്നാണ് ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയുന്നത്? കോൺഗ്രസിനെ പോലെ ഇന്ത്യയിൽ വേരോട്ടമുള്ള ഒരു പാർട്ടി ഏത്? എല്ലാ സംസ്ഥാനങ്ങളിലും ജയിച്ചു വരാൻ കഴിയുന്ന ഒരു പാർട്ടി ഏത്? ഏതൊരു വാതിലൂടെ ഫാഷിസം കടന്നു വന്നുവോ അതേ വാതിലൂടെ ഫാഷിസത്തെ പുറത്തേക്ക് തള്ളാൻ ഇന്ത്യൻ ജനത വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള തർക്കങ്ങൾ നടക്കുന്നത്. മുസ്ലിം ലീഗ് എന്നും മതേതര കക്ഷികളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനമാണ്. ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ബഷീർ സാഹിബും അതിനു മുമ്പ് നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷ പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ലീഗ് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ്, ലീഗ് മുന്നിൽ നടക്കുന്ന പ്രസ്ഥാനമാണ്. അത് വളരെ അർത്ഥവത്തായിട്ടുള്ള പ്രസ്താവനയാണ്. ഇവിടെ ഇന്ന് പലരും മതേതര ഐക്യത്തെ പറ്റി പറയുന്നു. ഇവരൊന്നും ഇത് ചിന്തിക്കാത്ത കാലത്ത് ഈ നാട്ടിൽ മതേതര കക്ഷികളുടെ കൂട്ടായ്മ എന്ന ആശയം അവതരിപ്പിച്ചത് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. ആർക്കും അത് നിഷേധിക്കാൻ സാധിക്കില്ല. അല്ലറ ചില്ലറ അഭിപ്രായ വ്യത്യാസമുള്ള പാർട്ടികളെ വരെ മഹാനായ ശിഹാബ് തങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിലെ മതേതരത്വത്തിന്റെ ഐക്യത്തിന്റെ വേദിയിലേക്ക് കൊണ്ടുവന്നു. കോഴിക്കോട്ട് കടപ്പുറത്ത് മുലായം സിംഗിനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ച നേതാവാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രമായിരുന്നു അത്, ഇന്ത്യയിലൊരു മതേതര ഐക്യം രൂപപ്പെടാൻ. ഇന്നതാ ഒരു കാലത്തും ഇല്ലാത്തതാണ് UP-യിൽ, ഉത്തർപ്രദേശിൽ ആ മുലായം സിംഗിന്റെ പാർട്ടിയും മായാവതിയുടെ BSP പാർട്ടിയും തമ്മിൽ
ധാരണ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ സഖ്യത്തിലേക്ക് പോവുകയാണ്. അതാരാണ് മുൻകൂട്ടി കണ്ടത്? ഇന്ത്യയിൽ ചിന്തിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു മുലായം സിംഗും മായാവതിയും തമ്മിൽ കൈകോർത്ത് പിടിക്കുന്ന രാഷ്ട്രീയം. വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അതിന്റെ കാഹളം മുഴക്കിയത് ഞങ്ങൾ ചെറുതായിക്കോട്ടെ, ചില ചെറുതുകളാണ് വലുത്, എത്രയെത്ര കൊച്ചു കൊച്ചു സംഘങ്ങളാണ് എത്രയെത്ര വൻ സംഘങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് ചരിത്രം നടത്തുന്ന വിളംബരമാണ്. മുസ്ലിം ലീഗിന്റെ മർമ്മമുള്ള രാഷ്ട്രീയം എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുള്ളത് അതിന്റെ നയങ്ങളിലൂടെയാണ്. ലീഗ് പാർലമെന്റിൽ എത്ര ആളുകൾ ഉണ്ടായി എന്നുള്ളതായിരുന്നില്ല ലീഗിന്റെ പ്രശ്നം. എണ്ണബലമല്ല, വണ്ണബലമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നും കാട്ടിയിട്ടുള്ള അതിന്റെ പ്രതാപം എന്ന് പറയുന്നത്. ലീഗിന്റെ ഇവിടെ ബഹുമാനപ്പെട്ട ബഷീർ സാഹിബ് സൂചിപ്പിക്കുകയുണ്ടായി, പാർലമെന്റിന്റെ രേഖകൾ പരിശോധിക്കട്ടെ. ഇസ്മായിൽ സാഹിബിന്റെ പ്രസംഗങ്ങൾ, പോക്കർ സാഹിബിന്റെ ഇടപെടലുകൾ, മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസംഗം നടത്തിക്കൊണ്ട് നേരെ ഇറങ്ങി വരുന്നത് പോക്കർ സാഹിബ് ഇരിക്കുന്ന കസേരയുടെ അടുക്കലേക്കാണ്. ഏഷ്യയുടെ ഏറ്റവും വലിയ നേതാവായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ മുടിചൂടാ മന്നനായ പ്രധാനമന്ത്രി, അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സ്പെഷ്യൽ മാരേജ് ആക്ടിനെ പറ്റി പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ബി പോക്കർ, മാപ്പിള തൊപ്പി വെച്ച പോക്കർ, അതിനെതിരെ ഒരു പ്രതിഷേധ ശബ്ദം മുഴക്കി. മറിച്ച് മറ്റുള്ള അംഗങ്ങളൊക്കെ അതിനെ പിന്തുണച്ചു. ഇന്ത്യയുടെ പാർലമെന്റിൽ, ലോക്സഭയിൽ വലിയ നിശബ്ദതയായിരുന്നു. പക്ഷേ ആ ഒരു ശബ്ദത്തെ അവഗണിച്ചില്ല നെഹ്റു. നെഹ്റുവിന് അറിയാമായിരുന്നു അത് ഇന്ത്യയിലെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ സ്വരമാണ്. ഈ മണ്ണിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഈ മണ്ണിൽ നിന്ന് കടന്നുപോയിട്ടുള്ള പോക്കർ സാഹിബിനെ പോലുള്ള നേതാക്കന്മാർ. നെഹ്റു പ്രസംഗം കഴിഞ്ഞ് നേരെ പോക്കർ സാഹിബിന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തോട് സംസാരിക്കുന്നു. ഇതാണ് മുസ്ലിം ലീഗിന്റെ ചരിത്രം. ആ ചരിത്രം അവസാനിക്കാത്ത ചരിത്രമാണ്. ലീഗിന് ഒരിക്കലും ഫുൾ സ്റ്റോപ്പ് ഇല്ല. ലീഗിന് കോമകൾ മാത്രമേ ഉള്ളൂ. കോമകൾ, 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 തുടരുന്ന ഒഴുകുന്ന പ്രവാഹമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ലീഗിന് വിരാമങ്ങളില്ല, അർദ്ധവിരാമങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് പ്രവേശിക്കും. അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പുകൾ പൊന്നാനിയിലാകട്ടെ, മഞ്ചേരിയിലാകട്ടെ, എവിടെയൊക്കെ വന്നോ അതൊക്കെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ, ഈ UDFന്റെ നേതൃത്വത്തിൽ നമുക്ക് ജയിച്ചു കയറാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബും ബഷീർ സാഹിബും ഇവിടെ ഊന്നി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, അത് നാടിന്റെ വികസനമാണ്. ആരാണ് ഈ മലപ്പുറം ജില്ലയിൽ, ഈ മലബാറിൽ വികസനം കൊണ്ടുവന്നത്? ആരാണ് ചൂട്ട് മിന്നാൻ കഴിയാത്ത കുണ്ടനടവഴികളെ ഈ മലപ്പുറത്ത് രാജപാതകളാക്കി തീർത്തത്? ആരാണ്? സത്യസന്ധമായി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പരിശോധിക്കൂ, മറുപടി പറയൂ. അല്പമെങ്കിലും സത്യസന്ധതയുണ്ടെങ്കിൽ, അല്പമെങ്കിലും ഓണസ്റ്റി ഉണ്ടെങ്കിൽ, ഇവിടെ ഒരു തീവണ്ടിയുടെ കാര്യം പറഞ്ഞ് ആരും മുതലെടുപ്പ് നടത്തേണ്ട കാര്യമില്ല. ET മുഹമ്മദ് ബഷീർ സാഹിബ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയെ കണ്ടിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ആ കടലാസ് വാങ്ങിവെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ, സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ എന്ന നേതാവിന്റെ കീഴിൽ ലീഗ് എന്ന പാർട്ടി ഉണ്ടെങ്കിൽ, ബഷീർ സാഹിബിയുടെ പ്രഖ്യാപിച്ച പോലെ അത് വിജയത്തിലെത്തിക്കുന്ന പണി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. കരിപ്പൂർ വിമാനത്താവളത്തെ പറ്റി കുഞ്ഞാലിക്കുട്ടി സാഹിബ് സൂചിപ്പിച്ച പോലെ പറയുന്നവർക്ക് പറയാൻ വളരെ എളുപ്പമാണ്. ശൂന്യതയിൽ നിന്ന് ആ എയർപോർട്ട് കെട്ടിപ്പടുത്തത് ഐക്യമുന്നണി പ്രസ്ഥാനമാണ്. അതിൽ നിർണായക പങ്ക് വഹിച്ചത് മുസ്ലിം ലീഗും അതിന്റെ നേതാക്കന്മാരായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ള അതിന്റെ മുമ്പേ നടന്നവരുമാണ്. വേണ്ടി വന്നാൽ പിരിവ് നടത്തി. പിരിവ് ലീഗ് പലതിനും വേണ്ടി ചെയ്തിട്ടുണ്ട്. ലീഗ് തൊപ്പികാട്ടി പിരിച്ചുണ്ടാക്കിയതാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ ഫസ്റ്റ് ഗ്രേഡ് കോളേജായ ഫറൂഖ് കോളേജ്. സീതി സാഹിബ് തൊപ്പികാട്ടി പിരിച്ചു എന്നാണ് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. വെറും ഗവൺമെന്റിലിരുന്ന് നാടിന്റെ ടാക്സ്, പൊതുഖജനാവിലെ പണം കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗ്. വേണ്ടി വന്നാൽ നാട്ടിലിറങ്ങി ജനങ്ങളെ സമീപിച്ച് വികസന സംരംഭങ്ങൾക്ക് വേണ്ട സാമ്പത്തിക സമാഹരണം നടത്തിയ ചരിത്രം ഇവിടെ മാത്രമല്ല, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെയും ചരിത്രം അതാണ്. ഇന്നതെല്ലാം വന്നിരിക്കുന്നു. മലബാറിന് ചിറകുകൾ ഉണ്ടായി. മലബാറിന്റെ ചിറകുകൾ അരിഞ്ഞതാരാണ്? ഏത് ഗവൺമെന്റ് കേന്ദ്രത്തിൽ വന്ന ശേഷമാണ് ഇന്ന് കരിപ്പൂർ എയർപോർട്ടിന് ഈ ഗതി വന്നിട്ടുള്ളത്? അത് പരിഹരിക്കാൻ ഓരോ കാലത്തും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത ദിവസം കരിപ്പൂർ എയർപോർട്ടിന്റെ
വളരെ പ്രധാനപ്പെട്ട കമ്മിറ്റി യോഗം അവിടുത്തെ MP ആയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിളിച്ചു ചേർത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് മുഴുവൻ ചെയ്തിട്ടേ ഞങ്ങൾ വിശ്രമിക്കുകയുള്ളൂ. പക്ഷേ അപ്പോഴും ഓർക്കേണ്ട കാര്യങ്ങളുണ്ട്. ആരാണ് കേന്ദ്രം ഭരിക്കുന്നത്? ആരാണ് കേരളം ഭരിക്കുന്നത്? നാഷണൽ ഹൈവേയുടെ പ്രശ്നം വന്നാലും ചിലർ കേന്ദ്രത്തിലേക്ക് നോക്കുന്നില്ല, തിരുവനന്തപുരത്തേക്ക് നോക്കുന്നില്ല, മലപ്പുറത്തേക്കും പാണക്കാട്ടേക്കുമാണ് നോക്കുന്നതെങ്കിൽ അത്രമാത്രം ലീഗ് വളർന്നിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയാതെ അംഗീകരിക്കുകയാണ് എന്നാണല്ലോ അതിന്റെ രാഷ്ട്രീയ ഭാഷ്യം. ഏതാണെങ്കിലും മുസ്ലിം ലീഗ് പ്രസ്ഥാനം വികസനത്തിന് മുന്നിൽ നടന്ന പ്രസ്ഥാനമാണ്. രാവിലെ തോട്ടിലെ മീൻ പിടിച്ച് ഉച്ചക്ക് ദുബായിലെ വീട്ടിലെ ബന്ധുക്കൾക്ക് എത്തിച്ചു കൊടുക്കുന്ന വിധം ഈ മണ്ണിനെ ഈ ഗതാഗതത്തിൽ എല്ലാ മേഖലയിലും വികാസത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൽ UDF മുൻകൈയെടുത്തു. അതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനമാണ്. എന്നാൽ അതൊന്നും ചെയ്യാൻ കഴിയാത്ത ആളുകൾ, പല വികസനങ്ങൾക്കും മുടക്കം നിന്ന ആളുകൾ, ഇവിടുത്തെ കുട്ടികളുടെ വിജയത്തെ പോലും പരിഹസിച്ച ആളുകൾ, അവർ ഇവിടുത്തെ ഓരോന്നിന്റെയും ക്രെഡിറ്റ് എടുക്കാൻ ഇപ്പോൾ വരുമ്പോൾ ചരിത്രബോധമുള്ളവർ അത് കണ്ട് ഉള്ളിൽ ചിരിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഇതിനേക്കാൾ വലിയൊരു വികസനം മലപ്പുറത്തുണ്ടായിട്ടുണ്ട്. അത് ഇവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കുതിപ്പാണ്. മലപ്പുറത്തെ ഒരു ഇടവഴിയിലൂടെ ഒരു കുഗ്രാമത്തിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കുഞ്ഞുമക്കൾ പെൺകുട്ടികളെ കണ്ട് വണ്ടി നിർത്തിയ സീതി സാഹിബ് നിറഞ്ഞ കണ്ണുകളോടെ ചോദിച്ചത് ചരിത്രത്തിലുണ്ട്. എന്നാണ് നമ്മുടെ ഈ പെൺകുട്ടികൾ കോളേജിലും സ്കൂളിലും എത്തി അവർ വിദ്യാഭ്യാസം ചെയ്ത് നമ്മുടെ നാട് പുരോഗതിയിലേക്ക് പോകുന്നത് എന്നാണ് കാണുക എന്ന് ചോദിച്ചു. സീതി സാഹിബിന്റെ സ്വപ്നം മലപ്പുറം ജില്ലയിൽ സാക്ഷാത്കരിക്കാൻ നേതൃത്വം കൊടുത്തത് ഈ അടുത്ത ദിവസം വീണ്ടും ഒരു നിര്യാണത്തിന്റെ വാർഷികം അടുക്കുന്ന മഹാനായ പാണക്കാട് പുതിയ മാളിയേക്കൽ സയ്യിദ് അലവി പൂക്കോയ തങ്ങൾ സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പുതിയ ഒരു നവോത്ഥാനത്തിന് ഈ മലപ്പുറം ജില്ലയിൽ നേതൃത്വം കൊടുത്തുകൊണ്ടാണ്. ഇന്ന് മലപ്പുറത്തോ മലബാറിലോ ഒരു കോളേജിൽ പോയി നോക്കട്ടെ, ആൺകുട്ടികൾ പഠിക്കുന്ന കോളേജാണെങ്കിലും അത് വിമൻസ് കോളേജാണോ എന്ന് തെറ്റിദ്ധരിക്കുമാർ പെൺകുട്ടികൾ അലകടലായി കോളേജ് ക്യാമ്പസുകളിലേക്ക് ഒഴുകി വരുന്നതും റാങ്കിന്റെ പെരുമഴ സൃഷ്ടിച്ച് അവർ ഉയരങ്ങളിലേക്ക് പറക്കുന്നതും നാം കാണുന്നു. മഹാനായ കവി 100 കൊല്ലം മുമ്പ് പറഞ്ഞിരുന്നു, മാനത്തെ നക്ഷത്രങ്ങളെ വേട്ടയാടി പിടിക്കുന്ന ചെറുപ്പക്കാരെയാണ് എനിക്ക് ഇഷ്ടമെന്ന്. മൊഹബത്ത് മുझे ഉൻ ജവാനോं से है സിതാരോം പെ ജോ ഡാൽത്തെ ഹെ കമന്ത്. മലപ്പുറത്തെ ഒരു പെൺകുട്ടി ഒരു നക്ഷത്രം കണ്ടുപിടിക്കുകയും അതിന് അവളുടെ പേര് ശാസ്ത്രലോകം നൽകുകയും ചെയ്തത് ഒരു പക്ഷേ ഈ കവി അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് ആരുടെ പുസ്തകത്തിലാണ് എഴുതി വെക്കേണ്ടത്? ഞങ്ങൾ അതിന്റെ ഒന്നും മുഴുവൻ മൊണോപ്പൊളി ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കുന്നതല്ല. പക്ഷേ ലീഗ് നേതാക്കന്മാരുടെ, ലീഗ് പ്രവർത്തകരുടെ വിയർപ്പും രക്തവുമാണ് മലപ്പുറത്തിന്റെ മണ്ണിൽ തിളങ്ങുന്ന വികസനത്തിന്റെ മന്ദരിയുടെ പ്രഭാതങ്ങൾ എന്നുള്ളത് നേർവഴിക്ക് ചിന്തിക്കുന്നവർക്ക് നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരം ചരിത്രങ്ങൾ വീണ്ടും ആവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്ത്യക്കൊരു പുതിയ യുഗമുണ്ടായിത്തീരണം, കേരളത്തിനും പുതിയ യുഗ പരിവർത്തനം ഉണ്ടായിത്തീരണം. അക്രമങ്ങൾ അവസാനിക്കണം. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോഴും നമ്മുടെ അഭിമന്യ നേതാവ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇവിടെ വേദനയോടെ പരാമർശിച്ചത് കഴിഞ്ഞ ദിവസം ക്യാമ്പസിൽ നടന്ന അക്രമത്തെക്കുറിച്ചാണ്. അങ്ങനെ ശാന്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന നേതാക്കന്മാരെ സംഭാവന ചെയ്ത പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. എവിടെയും അക്രമത്തിന്റെ ഭാഷയില്ല, എവിടെയും ആയുധങ്ങളില്ല. ഒരേ ഒരു ആയുധം മാത്രം, സ്നേഹമെന്ന ആയുധം. ആ സ്നേഹം സംസാരിച്ചു കൊണ്ടേയിരിക്കുക, കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഹിന്ദു മുസ്ലിം മൈത്രി കൂടുതൽ കെട്ടിപ്പടുക്കുക. ഹിന്ദു മുസ്ലിം മൈത്രി മാത്രമല്ല, എല്ലാ സമുദായങ്ങളുടെയും മൈത്രി. അങ്ങനെ ഇന്ത്യയുടെ മതേതരത്വം പുതിയ ഉയർച്ചയിലേക്ക് കൊണ്ടുപോവുക. അതിനുവേണ്ടി ഈ മഹത്തായ ഈ വാഗൺ ട്രാജഡി കെട്ടിടത്തിൽ സമ്മേളിച്ച മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ആ വിതുമ്പുന്ന വേദനയിൽ നിന്ന്, ലോകത്ത് ആളുകൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവെട്ടി മരിച്ചിട്ടുണ്ട്. ലോകത്ത് ആളുകൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പല വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ വർഷങ്ങളോളം ജയിലിൽ കിടന്ന
നേതാക്കന്മാരും അനുയായികളും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്, ഈ മലപ്പുറം ജില്ലയിലും ഉണ്ടായിട്ടുണ്ട്. ഈ മലപ്പുറം ജില്ല ഹിന്ദു മുസ്ലിം മൈത്രിയുടെ നാടാണ്. മുസ്ലിങ്ങൾ അബൂ താലിബ് എന്ന് വിളിച്ചിരുന്ന ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാവിന് വരെ ജന്മം നൽകിയത് ഈ മലപ്പുറം ജില്ലയാണ്. MP നാരായണ മേനോൻ, പുണ്യ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവിന്റെ സഹോദരനായിരുന്നു അബൂ താലിബ്. അബൂ താലിബ് വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ അബൂ താലിബ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ വലിയ രക്ഷകനും വലിയ കൂട്ടുകാരനുമായിരുന്നു. മുസ്ലിങ്ങൾ, മലബാറിലെ മുസ്ലിങ്ങൾ ഞങ്ങളുടെ അബൂ താലിബ് എന്ന് വിളിക്കുകയും നാരായണ മേനോനെ എങ്ങാനും തൊട്ടാൽ ആ തൊട്ടവനെ മാപ്പിളമാർ തട്ടും എന്ന് പേടിച്ച് നാരായണ മേനോനോട് അടുക്കാതിരിക്കുകയും ചെയ്ത അങ്ങനെയുള്ള ധീരന്മാരായവർക്ക് ജന്മം നൽകിയത് അതും ഈ ജില്ലയാണ്. പക്ഷേ ഇവിടുത്തെ ആളുകൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത് ഏറ്റവും വലുതാണ്, ഏറ്റവും വലുതാണ്. മരിക്കാൻ പോകുമ്പോൾ വെള്ളം ചോദിച്ച ആളുകളുടെ ചരിത്രം ലോകത്ത് പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വാഗൺ ട്രാജഡിയിൽ ഇരിക്കുമ്പോൾ വെള്ളം ചോദിച്ച ചരിത്രമല്ല, ഒരു തുള്ളി വായു. മരിക്കാൻ പോകുന്ന നേരത്ത് വാതിലുകളില്ലാത്ത, ജനലില്ലാത്ത വാഗണിൽ അടക്കപ്പെട്ടതിൻ്റെ ഫലമായി വാതിലടക്കുന്ന നേരത്ത് കയ്യും കാലും അടക്കുന്ന വാതിലിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയപ്പോൾ പ്രാണവേദനയോടെ കരഞ്ഞ, തിരൂരിൽ നിന്ന്, തിരൂരങ്ങാടിയിൽ നിന്ന്, വൈലത്തൂരിൽ നിന്ന്, ഈ പരിസരങ്ങളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ നമ്മുടെ പൂർവീകർ, ഈ നാടിൻ്റെ മക്കൾ, എല്ലാ സമുദായങ്ങളും ആഗ്രഹിച്ച ഇന്ത്യയുടെ സ്വാതന്ത്ര്യം അവർ പരസ്പരം കെട്ടിപ്പിടിച്ചും പരസ്പരം തലോടിയും പരസ്പരം മാന്തിയും മരണവെപ്രാളത്തിൽ മരിച്ചപ്പോൾ വാഗണിന്റെ അടിയിലെ ഇളകിക്കിടക്കുന്ന ആണിയുടെ ദ്വാരത്തിലേക്ക് മൂക്ക് ചേർത്ത് പിടിക്കാനാണ് ഓരോരുത്തരും ശ്രമിച്ചത്. മരിക്കുന്ന നേരത്ത് ഒരു തുള്ളി വായു കിട്ടാൻ വാഗണിന്റെ അടിയിലെ ഇളകിപ്പോയ ആണിയുടെ ദ്വാരത്തിലേക്ക് മൂക്ക് ചേർത്ത് ശ്വസിച്ചിരുന്ന ഒരാളോട് അടുത്ത് കിടക്കുന്ന സഹോദരൻ പറഞ്ഞുവത്രേ, സഹോദരാ, നിങ്ങൾ കുറേ നേരമായില്ലേ വീർപ്പയക്കുന്നു, ഇനി ഞാനൊന്ന് വീർപ്പയക്കട്ടെ, ഒന്ന് മാറിത്തരൂ, എൻ്റെ മൂക്കൊന്ന് ആ ദ്വാരത്തോട് ചേർത്ത് വെച്ച് കൊള്ളട്ടെ. വാതിലില്ലാത്ത ചരക്ക് കയറ്റി കൊണ്ടുപോകുന്ന വാഗണിൽ മനുഷ്യരെ കുത്തി നിറച്ച് ആ ഇളകിപ്പോയ വാഗണിന്റെ ദ്വാരത്തിലേക്ക് മൂക്ക് ചേർത്ത് വെച്ച് ഞാൻ എൻ്റെ മൂക്കൊന്നവിടെ ചേർത്ത് വെച്ചോട്ടെ എന്ന് പറഞ്ഞ ആളുകളുടെ സ്മാരകമാണ് ഈ മന്ദിരം. അതാണ് വാഗൺ ട്രാജഡി മന്ദിരം. 921 ആ ശൂന്യതയിൽ നിന്ന് ഇന്ന് ഇവിടുത്തെ ജനതയെ പരിഷ്കാരത്തിൻ്റെ, പുരോഗതിയുടെ പുതിയ ഒരു ലോകത്തേക്ക്, ജനാധിപത്യത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ ഒരു ലോകത്തേക്ക് നയിച്ചത് 10 മാറ്റുള്ള പവൻ കണക്കെ തിളങ്ങുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പച്ച പതാകയാണെങ്കിൽ ആ പച്ച പതാകയും അത് പങ്കാളിത്തമുള്ള UPAയും അതിന് പങ്കാളിത്തമുള്ള UDFും ഇന്ത്യക്കും കേരളത്തിനും പുതിയ ചരിത്രം സമ്മാനിക്കാനിരിക്കുന്ന ഈ മഹത്തായ മന്ദിരത്തിലെ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന നമ്മൾ ഏറ്റെടുത്ത ചരിത്രപരമായ ദൗത്യം നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ നമ്മോട് ആഹ്വാനം ചെയ്ത പോലെ നാം ശിരസാ വഹിക്കുക തന്നെ ചെയ്യും, നിറവേറ്റുക തന്നെ ചെയ്യും. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഒരു വാക്കുകൊണ്ട് കൽപ്പിക്കുകയും ഇതത് ചെയ്യൂ എന്ന് പറയുകയും ചെയ്താൽ അതിന്റെ പിന്നാലെ ലക്ഷോപലക്ഷം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ആ വാക്ക് ഏറ്റെടുത്തുകൊണ്ട് അത് നിറവേറ്റുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധരാവുക തന്നെ ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കും.